शांति शांति ओम शांति शांति अंतर मन में ज्योति जगा लो होगा दूर अंधेरा शिव का कर लो ध्यान आ रहा पावन पुण्य सवेरा तुम हो कौन कहाँ से आए अपने आप को जानो राजयोग के द्वारा अपना परम पिता पहचानो इसी राजपथ पर चलकर तुम पालो अपना बसेरा तुम हो आत्मा तन से न्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम ശാന്തി. ഓം ശാന്തി. ഇന്ന് 26/6/2025 बाबा कहते हैं, मीठे बच्चे, अभी तुम्हें निंदा स्तुति मान अपमान दुख सुख सब कुछ सहन करना है. तुम्हारे सुख के दिन अभी समीप आ रहे हैं. അപ്പം ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് നിന്ദാസ്തുതി, അതുപോലെ മാനം അപമാനം, ദുഃഖം സുഖം ഇതെല്ലാം നിങ്ങൾക്ക് സഹിക്കേണ്ടതായിട്ടുണ്ട്. ബാബ പറയാണ്, നിങ്ങളുടെ സുഖത്തിൻ്റെ ദിവസങ്ങൾ ഇപ്പോൾ സമീപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാബ ചോദ്യം ചോദിക്കാണ്, ബാപ്പ് अपने ब्राह्मण बच्चों को कौन सी एक वार्निंग देते हैं? അതായത് ബാബ തൻ്റെ ബ്രാഹ്മണ കുട്ടികൾക്ക് ഏതൊരു മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്? ബാബ ഉത്തരം പറയാണ്, बच्चे कभी भी बाप से रूठना नहीं. अगर बाप से रूठेंगे तो सदगति से भी रूठ जाएंगे.
അപ്പം ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ ഒരിക്കലും ബാബയോട് പിണങ്ങരുത്. അഥവാ നിങ്ങൾ ബാബയോട് പിണങ്ങുന്നുവെങ്കിൽ ബാബ പറയാണ് നിങ്ങൾ സദ്ഗതിയോട് പിണങ്ങുകയാണ്. കാരണം ബാബയാണല്ലോ നമുക്ക് സദ്ഗതി തരുന്നത്. അപ്പം ബാബയോട് പിണങ്ങുക അർത്ഥം നമ്മൾ സദ്ഗതിയിൽ നിന്നും പിണങ്ങുകയാണെന്ന് ബാബ പറയാം. ബാപ്പ വാർണിംഗ് ദേത്തെ ഹേ രൂട്ടനെ വാലോം കോ ബഡി കടി സജാ മിലേഗി. അതായത് ബാബ മുന്നറിയിപ്പ് നൽകാണ്. അതായത് പിണങ്ങുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് വളരെ വലിയ ശിക്ഷ ലഭിക്കും. ആപ്പസ് മേം യാ ബ്രാഹ്മണി സേ ബി രൂട്ടേ തോ ഫൂൽ ബൻത്തെ ബൻത്തെ കാണ്ട ബൻ ജായേങ്കെ ഇസ്ലിയെ ബഹുത്ത് ബഹുത്ത് ഖബർദാർ രഹോ. അപ്പം ബാബ പറയാണ്, അതായത് പരസ്പരം പിണങ്ങുക, അല്ലെങ്കിൽ ബ്രാഹ്മണിയോട് പിണങ്ങുക. അങ്ങനെയാകുമ്പോൾ എന്താ ബാബ പറയുന്നത്? നിങ്ങൾ പുഷ്പമായിട്ട് മാറി മാറി പിന്നീട് മുള്ളായിട്ട് മാറുന്നു പറയാ, ഈ പിണങ്ങുന്ന സ്വഭാവം വന്നു കഴിഞ്ഞാൽ. ഇസ്ലിയെ ബഹുത്ത് ബഹുത്ത്, അതായത് വളരെ വളരെ ശ്രദ്ധയോടെ ഇരിക്കാൻ പറയാണ് ബാബ. ഇനി ബാബ ഗീതം പറയാണ്, ധീരജ് ദർ മനുവ, അതായത് ക്ഷമയോടെ ഇരിക്കൂ മനുഷ്യ. ഓം ശാന്തി. मीठे मीठे सिकीलदे बच्चों ने गीत सुना, तुम बच्चों के जो भी जन्म जन्मांतर के दुख है सब दूर हो जाने चाहिए. ബാബ പറയാണ്, മധുരമായ കളഞ്ഞു പോയി തിരികെ കിട്ടിയ കുട്ടികൾ ഗീതം കേട്ടല്ലോ. നിങ്ങൾ കുട്ടികളുടെ ജന്മജന്മാന്തരത്തെ ദുഃഖമുണ്ടല്ലോ അതെല്ലാം ദൂരെയാക്കേണ്ടതുണ്ട്. इस गीत की लाइन सुनी, तुम जानते हो अभी हमारा दुख का पार्ट पूरा होता है और सुख का पार्ट शुरू होता है. ബാബ പറയാണ്, നിങ്ങൾ ഈ ഗീതത്തിന്റെ ലൈനുകൾ ഓരോ വരിയും നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം, അതായത് ഇപ്പോൾ നമ്മുടെ ദുഃഖത്തിന്റെ പാർട്ട് പൂർത്തിയാവുകയാണ്, അതുപോലെ സുഖത്തിന്റെ പാർട്ട് തുടങ്ങുകയാണ്. അപ്പം നിങ്ങൾ കുട്ടികൾക്ക് അറിയാം ഇത്. ജോ പൂരി രീതി നഹി ജാൻതേ ഹേ വഹ് കിസി നാ കിസി ബാത് മേം ദുഃഖ് ജരൂർ ദേഖ്തേ ഹേ. അപ്പം ബാബ പറയാണ്, ആരാണോ യഥാർത്ഥ രീതിയിൽ, അതായത് പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കാത്തത്, അവർ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതാ ബാബ പറയുന്നത്. യഹാം ബാബാ കെ പാസ് ആനെ സേ ബി കോയി നാ കോയി പ്രകാർ കാ ദുഃഖ് ബാസേഗ. അതായത് ഇവിടെ ബാബയുടെ അടുത്തേക്ക് വന്നിട്ട് പോലും ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിലുള്ള ഈ ദുഃഖം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പറയാം. അതെന്തുകൊണ്ടാ ബാബ പറയുന്നത്? പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കാത്തത് കാരണം. ബാബ സമജ് സക്തേ ഹേ ബഹുത്ത് ബച്ചോം കോ തക്ലീഫ് ഹോത്തി ഹോഗി. അതായത് ബാബ ഇതും മനസ്സിലാക്കുന്നുണ്ട്, അതായത് കുറെ കുട്ടികൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് മധുബനിലേക്ക് വരുന്ന സമയത്തെ കാര്യമാണ് ബാബ പറയുന്നത്. ജബ് തീർത്ത് യാത്ര പർ ജാത്തെ ഹേ തോ കഹാം ഭീഡ് ഹോത്തി ഹേ, ബർസാത്ത് പഡ് ജാത്തി ഹേ, കബി തൂഫാൻ ലഗ് പഡ്തേ ഹേ. ബാബ പറയാണ്, ഇപ്പൊ കുട്ടികൾ തീർത്ഥയാത്രയ്ക്കൊക്കെ പോകുമല്ലോ, ആ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന സമയത്ത് ബാബ പറയാണ്, ചിലയിടത്തൊക്കെ വളരെയധികം തിരക്ക് അനുഭവപ്പെടും, ഇല്ലെങ്കിൽ വളരെയധികം മഴയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കൊടുങ്കാറ്റും ഉണ്ടാകും. ജോ സച്ചേ ഭഗത് ഹോങ്കെ വഹ് തോ കഹേങ്കെ ക്യാ ഹർജ് ഹേ, ഭഗവാൻ കെ പാസ് ജാത്തേ ഹേ. അപ്പൊ ചില കുട്ടികളുണ്ട്, സത്യമായ ഭക്തരുണ്ടായിരിക്കുമല്ലോ, അവരെന്താ പറയാ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ അവര് പറയും, എന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ, ഭഗവാന്റെ അടുത്തേക്കല്ലേ പോകുന്നത്. കാരണം സത്യമായ ഭക്തർ അങ്ങനെയാ പറയാ. ഭഗവാൻ സമജ് കർ ഹി യാത്ര പർ ജാത്താ ഹേ. ബാബ പറയാണ്, ഭഗവാനാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യാത്രയ്ക്കൊക്കെ പോകുന്നത്. ഡേർ കെ ഡേർ ഭഗവാൻ ഹേ മനുഷ്യോം കെ. ബാബ പറയുന്നത്, മനുഷ്യർക്കാണെങ്കിലോ ഒരുപാട് ഭഗവാന്മാരുണ്ടെന്ന് പറയാം. തോ ജോ അച്ഛേ മസ്ബൂത്ത് ഹോത്തേ ഹേ വഹ് തോ കഹത്തെ ഹേ ഹർജ് നഹി, अच्छे काम में हमेशा विघ्न पड़ते हैं, वापस लौटकर तोड़े ही जाएंगे. അപ്പം ബാബ പറയാണ്, ചില ഭക്തരുണ്ട് വളരെ ഉറച്ച ഭക്തര്, അവരെന്താ പറയാ,
ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേയല്ല. നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും വിഘ്നങ്ങളൊക്കെ ഉണ്ടാകും. തിരിച്ച് വരുന്ന പ്രശ്നമേയില്ല. അങ്ങനെയാണ് നല്ല ഉറച്ച ഭക്തര് പറയുക എന്ന് ബാബ പറയാ. കോയി തോ ലൗട്ട് ബി ജാത്തെ ഹെ, ചിലരാണെങ്കിലോ തിരിച്ചു വരും. ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ തിരികെ വരും. കബി വിഘ്ന പെടുത്തേ ഹേ, കബി നെഹി ബി പെടുത്തേ ഹേ. അപ്പൊ ബാബ പറയാണ്, ചിലപ്പോൾ വിഘ്നങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ വിഘ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ബാബ പറയാ. ബാപ്പ് കഹത്തെ ഹേ ബച്ചേ യഹ് ബി തുമാരാ യാത്ര ഹേ. ബാബ പറയാണ്, കുട്ടികളെ ഇതും നിങ്ങളുടെ യാത്രയാണ്. അതായത് നമ്മളുടെ ആത്മാവിന്റെ യാത്രയാണല്ലോ ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ബാബ പറയുന്നത്. തും കഹേങ്കെ ഹം ബേഹദ് കെ ബാപ്പ് പാസ് ജാത്തെ ഹേ. അതായത് നിങ്ങൾ എന്താ പറയാ, ഞങ്ങള് പരിധിയില്ലാത്ത അച്ഛന്റെ അടുത്തേക്കാണ് പോകുന്നത്. വഹ് ബാപ്പ് സബ് കെ ദുഃഖ് ഹർനെ വാല ഹേ. ആ അച്ഛനാണെങ്കിലോ എല്ലാവരുടെയും ദുഃഖത്തെ ഹരിക്കുന്നവനാണ്. യഹ് നിശ്ചയ് ഹേ ആജ്കൽ ദേക്കോ മധുബൻ മേം കിത്തനി ഭീഡ് ഹേ, ബാബാ കോ ഓനാ രഹതാ ഹേ, ബഹുത്തോം കോ തക്ലീഫ് ബി ഹോത്തി ഹോഗി. ബാബ പറയാണ്, അതായത് ഇന്ന് നോക്കൂ, അതായത് മധുബനിലത്തെ കാര്യം ബാബ പറയാണ്. കാരണം മധുബനിൽ എത്രയധികം തിരക്കാണ്. ബാബയ്ക്കും അത് ചിന്ത വരാണ്. കാരണം കുറേ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പട്ടുമേം സോനാ പടുത്താഹെ, അതായത് താഴെ തറയിലൊക്കെ കിടക്കേണ്ടി വരുന്നു. ബാബ തോടെ ഹി ചാഹത്താഹേ ബച്ചോം കോ പട്ടുമേം സുലായേ. ഇത് ബാബയാണെങ്കിലോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കുട്ടികളെ താഴെ തറയിൽ കിടത്താനൊന്നും. പരന്തു ഡ്രാമ അനുസാർ ഭീഡ് ഹോ ഗയി ഹേ. പക്ഷെ ബാബ പറയാണ്, പക്ഷെ ഡ്രാമ അനുസരിച്ച് എന്താണ്, തിരക്കനുഭവപ്പെടുകയാണ്. കൽപ്പ് പഹലെ ബി ഹുയി ദി ഫിർ ഹോഗി ഇസ്മേം കോയി ദുഃഖ് നഹി ഹോനാ ചാഹിയെ. ബാബ പറയാണ്, കൽപ്പം മുമ്പും ഇതുപോലെ തിരക്കനുഭവപ്പെട്ടിട്ടുണ്ട്. ബാബ പറയാണ്, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാകും. ഇതിൽ ദുഃഖിക്കേണ്ടതായ യാതൊരു കാര്യവുമില്ല എന്ന് ബാബ പറയാ. യഹ് ബി ജാൻതേ ഹേ പഠ്നെ വാലെ കോയി തോ രാജ ബനേങ്കെ കോയി ഫിർ രംഗ് ബി ബനേങ്കെ. ബാബ പറയാണ്, ഇതും അറിയാം. അതായത് പഠിക്കുന്ന കുട്ടികളില് ചിലരാരായിട്ട് മാറും, രാജ കുട്ടികളായിട്ട് മാറും. ചിലരാണെങ്കിലോ പ്രജയുമായിട്ട് അല്ലെങ്കിൽ ദരിദ്രനുമായിട്ട് മാറും എന്ന് ബാബ പറയാം. കോയി കാ ഊഞ്ചാ മർത്തബ കോയി കാ കം. ചിലരുടെ ആണെങ്കിലോ പദവി വളരെ ഉയർന്നതായിരിക്കും, ചിലരുടേത് താഴ്ന്ന പദവിയായിരിക്കും. പരന്തു സുഖ് ജരൂർ ഹോഗ. പക്ഷെ ബാബ പറയുന്നത് സുഖം തീർച്ചയായിട്ടും ഉണ്ടാകും. യഹ് ബി ബാബ ജാൻതേ ഹേ കോയി ബഹുത് കച്ചേ ഹേ ജോ കുച്ച് ബി സഹൻ നഹി കർ സക്തേ ഹേ. ബാബ പറയാണ്, ഇതും ബാബയ്ക്കറിയാം. ചില കുട്ടികള് അധികം പക്വതയൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ട്. അവർക്ക് ചെറിയ കാര്യം പോലും സഹിക്കാൻ കഴിയില്ല. അങ്ങനെയും കുട്ടികളുണ്ടെന്ന് പറയാ ബാബ. ഉനോം കോ കുച്ച് തക്ലീഫ് ഹോഗി കഹേങ്കെ ഹം തോ നാഹേഗ് ആയേ യാ കഹേങ്കെ ഹംകോ ബ്രാഹ്മണി ജോർ കർക്കെ ലേ ആയി ഹേ. ബാബ പറയാണ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നാൽ മതി. അപ്പൊ അവരെന്ത് പറയും, ഞങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹിച്ചിരുന്നിട്ടൊന്നുമില്ല, ഞങ്ങളെ ഈ ബ്രാഹ്മണിയാണ് നിർബന്ധിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ പറയും. ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ऐसा भी होंगे जो कहेंगे हमको ബ്രാഹ്മണി ने നാഹേഗ് ഫസായ. ബാബ പറയാണ്, ഇങ്ങനെയും പറയും, അതായത് ബ്രാഹ്മണി ഞങ്ങളെ കുടുക്കിയതാണ്, അങ്ങനെയും പറയും കുട്ടികള്. പൂരി പഹചാൻ നെഹി കി വിശ്വവിദ്യാലയമേം ആയേ ഹേ. അതായത് മുഴുവനായിട്ടും മനസ്സിലാക്കുന്നില്ല വിശ്വവിദ്യാലയത്തിലാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം. അപ്പം അതുകൊണ്ടാണ്, അതായത് ഇവിടെയാണ്, എത്രയ്ക്കും പുണ്യമായ സ്ഥലത്താണ് വന്നിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കില്ല ചില കുട്ടികൾ. അപ്പോഴാണ് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ വരാൻ ആഗ്രഹിച്ചിരുന്നില്ല, ബ്രാഹ്മണി നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്, ബ്രാഹ്മണി ഞങ്ങളെ കുടുക്കിയതാണ് എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത കാരണം കൊണ്ടാണെന്ന് ബാബ പറയാം. ഇസ് സമയ്ക്ക് പടായി സേ കോയി തോ രാവ് ബനേങ്കെ കോയി രംഗ് ബി ബന്നേ വാലേ ഹേ. ബാബ പറയാണ്, ഈ സമയത്തെ ഈ പഠിപ്പിലൂടെ ചിലര് എന്തായി മാറും,
ധനവാനായിട്ട് മാറും. ചിലരാണെങ്കിലോ ദരിദ്രനായിട്ടും മാറും. യഹാം കെ രംഗ് ഓർ രാവുമേം ഓർ വഹാം കെ രംഗ് രാവുമേം രാത് ദിൻ കാ ഫർക്ക് ഹോത്താ ഹെ. ബാബ പറയാണ്, ഇവിടത്തെ ധനവാനും ദരിദ്രനും അവിടത്തെ ധനവാനും ദരിദ്രനും തമ്മിൽ രാത്രി പകലിന്റെ വ്യത്യാസമുണ്ട്. അതായത് അവിടത്തെ എന്ന് പറയുമ്പോൾ സത്യയുഗത്തിലെ, അതായത് സത്യയുഗത്തിലെ ധനവാനും ദരിദ്രനും ഇവിടത്തെ ധനവാനും ദരിദ്രനും തമ്മിൽ രാത്രിയും പകലിന്റെയും വ്യത്യാസമുണ്ട് എന്ന് ബാബ പറയാ. യഹാം കെ രാവ് ബി ദുഃഖി ഹേ തോ രംഗ് ബി ദുഃഖി ഹേ. ബാബ പറയാണ്, ഇവിടെ ധനികനും ദുഃഖിയാണ്, അതുപോലെ അവിടെയാണെങ്കിലോ അതായത് ഇവിടത്തെ ധനികനും ദുഃഖിയാണ്, ദരിദ്രനും ദുഃഖിയാണ്. വഹാം ദോനോം സുഖി രഹത്തെ ഹെ. പക്ഷെ അവിടെയാണെങ്കിലോ സത്യയുഗത്തില് ധനവാനായിട്ടുള്ളവരും അതുപോലെ കുറച്ച് ധനം കുറവ് അല്ലെങ്കിൽ ദരിദ്രനായിട്ടുള്ളവരായാലും അവിടെ സുഖം തന്നെയാണ് സുഖം, അല്ലാതെ ദുഃഖത്തിന്റെ പേര് അവിടെ ഇല്ല. യഹാം തോ ഹേ ഹി പതീത് വികാരി ദുനിയ. ഇവിടെ ഇതാണെങ്കിലോ ബാബ പറയാണ് പതീത വികാരി ലോകമാണെന്ന് ബാബ പറയാം. ബൽ കിസ്കെ പാസ് ബഹുത് ധൻ ഹേ ബാപ്പ് സമജാത്ത ഹേ യഹ് ധൻ മാൽ സബ് മിട്ടി മേ മിൽ ജാനാ ഹേ. ബാബ പറയാണ്, ഇവിടെ ആരുടെ അടുത്ത് എത്രമാത്രം ധനമുണ്ടെങ്കിലും ബാബ മനസ്സിലാക്കി തരാണ് ഇതെല്ലാം മണ്ണിൽ പോകാനുള്ളതാണ് അല്ലെങ്കിൽ വിനാശമാകാനുള്ളതാണ്. അപ്പൊ എത്ര തന്നെ ധനമുണ്ടെങ്കിലും ബാബ പറയാണ് തീർച്ചയായിട്ടും ഇതെല്ലാം വിനാശമാകും. യഹ് ശരീർ ബി കദം ഹോ ജായേഗ. ഈ ശരീരവും നശിക്കും. ആത്മാ തോ മിട്ടി മേ നഹി മിൽത്തി കിത്തനെ ബഡേ ബഡേ സാഹുകാർ ഹേ ബിഡ്ല ജൈസ. ബാബ പറയാണ്, ആത്മാവ് ഒരിക്കലും മണ്ണിൽ ലയിക്കില്ല, അല്ലെ, മണ്ണിൽ അലിഞ്ഞു ചേരൊന്നുമില്ല ആത്മാവ്. പിന്നെ ബാബ പറയാണ്, എത്ര എത്ര വലിയ വലിയ ധനികരുണ്ട് ബിർളയെ പോലെ. പരന്തു ഉൻകോ ക്യാ പതാക്കി അബ് യഹ് പുരാനി ദുനിയ ബദൽ രഹി ഹെ. പക്ഷെ ബാബ പറയാണ്, അവർക്ക് എന്തറിയാനാണ് ഈ പഴയ ലോകം തീർച്ചയായിട്ടും പരിവർത്തനമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അവർക്ക് എങ്ങനെ അറിയാനാണ് എന്ന് ബാബ ചോദിക്കാം. മാലൂം ഹോത്താ തോ ഫട്ട് സേ ആജാത്തെ. അപ്പൊ അവർക്ക് ഇത് അറിയാണെന്ന് കരുതും. അപ്പൊ ഈ പഴയ ലോകമെല്ലാം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പഴയ ലോകം തീർച്ചയായും നശിക്കും, ഇങ്ങനെയുള്ള കാര്യം അവർക്ക് അറിയാമെന്നിരിക്കട്ടെ. അപ്പൊ എന്താണ്, പെട്ടെന്ന് തന്നെ അവര് വരുന്നു പറയാ ബാബ. ഖതേ യഹാം ഭഗവാൻ ആയാ ഹുവാ ഹേ ഫിർ ബി ജായേംഗെ കഹാം. അതായത് അവര് വന്നിട്ട് പറയും, ഇവിടെ ഭഗവാൻ വന്നിരിക്കുന്നു, പിന്നെ എവിടേക്ക് പോകാനാണ്. സിവായി ബാപ്പ് കെ കോയി കോ സദ്ഗതി മിൽ നാ സകേ. അതായത് ബാബ പറയാണ്, ബാബയെ കൂടാതെ ആർക്കും ഒരു സദ്ഗതിയും കിട്ടുക സാധ്യമല്ല. അഗർ കോയി റൂട്ട് ഗയാ തോ കഹേംഗെ സദ്ഗതി സേ റൂട്ട് ഗയാ. ബാബ പറയാണ്, ഇനി അഥവാ ആരെങ്കിലും പിണങ്ങി എന്നിരിക്കട്ടെ. അപ്പൊ ബാബ പറയാണ്, അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞാൽ ബാബ പറയണത് നമ്മൾ സദ്ഗതിയോട് പിണങ്ങുകയാണ്. അതായത് സദ്ഗതിയിൽ നിന്നും നമ്മൾ വേറിട്ട് പോയി, ദൂരെ പോയി. അതാണ് ബാബയോട് പിണങ്ങുക, അർത്ഥം സദ്ഗതിയിൽ നിന്നും ദൂരെ പോയി. ऐसे बहुत रूटते रहेंगे गिरते रहेंगे. ബാബ പറയാണ്, ഇങ്ങനെ ധാരാളം പേര് പിണങ്ങുന്നുമുണ്ട്, വീണുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആശ്ചര്യവത് സുനന്തി നിശ്ചയ ഹോവന്തി. ബാബ പറയാണ്, ആശ്ചര്യത്തോടെ കേൾക്കും, നിശ്ചയം വരും, പിന്നെ എന്തുണ്ടാകും, പിണങ്ങി ഓടിപ്പോകും. കോയി തോ സമജ്തേ ഹേ ബരോബർ ഇൻ ബിഗർ കോയി രാസ്ത ഹേ നഹി. ചിലര് മനസ്സിലാക്കുക എന്താണ്, ഇത് ഇവരെ കൂടാതെ വേറെ, ഇതില്ലാതെ വേറെ ഒരു വഴിയുമില്ല, സദ്ഗതിക്കുള്ള ഏക മാർഗം ഇതുതന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ഇൻസേ തോ സുഖ് ഓർ ശാന്തി ക വർഷ മിലേഗ. ഇതിലൂടെ തന്നെയാണ് സുഖത്തിന്റെയും ശാന്തിയുടെയുമെല്ലാം സമ്പത്ത് ലഭിക്കുക. ഇങ്ങനെ മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്. ഇൻ ബിഗർ സുഖ ശാന്തി മിൽന അസംഭവ് ഹേ. ഇവരെ കൂടാതെ സുഖശാന്തി കിട്ടുക എന്നുള്ള കാര്യം അസംഭവ്യമാണ്. ജബ് ധൻ ബഹുത് ഹോ തബ് തോ സുഖ മിലേ. അതായത് ബാബ പറയാണ്, ഇപ്പൊ ധനം ധാരാളമുണ്ടെന്ന് കരുത്, അപ്പൊ സുഖമൊക്കെ ലഭിക്കും. ധന്മേം ഹി സുഖ ഹോത്താ ഹേന. അതായത് ധനത്തിലും സുഖമുണ്ടല്ലോ, അല്ലെ. ഇപ്പൊ ധനം ധാരാളമുണ്ടെങ്കിൽ ബാബ പറയുന്നത് സുഖമൊക്കെ ലഭിക്കും, കാരണം ധനത്തിലൂടെയും സുഖം ലഭിക്കുന്നുണ്ടല്ലോ. വഹാം മൂൽ വദൻ മേം തോ ആത്മായേം
ശാന്തിമേ ബൈഠി ഹെ. ബാബ പറയാണ് അവിടെ മൂലവതനത്തില് ആത്മാക്കൾ എങ്ങനെ ഇരിക്കുക? വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുക എന്ന് പറയാ ബാബ. കോയി കഹേ ഹമാരാ പാർട്ട് നെഹി ഹോത്താ तो सदैव हम वहां रहते परंतु ऐसा कहने से തോടെ ഹി ഹോഗ. അപ്പൊ ബാബ പറയാണ്, ചിലര് പറയും, അതായത് ഞങ്ങളുടെ പാർട്ട് നമ്മൾക്കിപ്പോ പാർട്ട് ഒന്നുമില്ല എന്ന് കരുതും, അപ്പൊ നമുക്ക് ഫുൾ സമയം നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും, അങ്ങനെ പറയുന്നവരുണ്ട്. ബാബ പറയണത് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലെ, എല്ലാവർക്കും പാർട്ട് അഭിനയിച്ചേ പറ്റൂ. അപ്പൊ ഞങ്ങൾക്ക് പാർട്ടൊന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മുഴുവൻ സമയവും ഈ പരന്താമത്തിൽ ഇരിക്കാമെന്ന് പറയുമെങ്കിലും ബാബ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തായാലും പാർട്ട് അനുഭവിക്കണം, പാർട്ട് അഭിനയിച്ചേ പറ്റൂ. ബച്ചോം കോ സമജായാ ഗയാ ഹെ യഹ് ബനാ ബനായാ കേൽ ഹെ. കുട്ടികൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞു, അതായത് ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ കളിയാണ്. ബഹുത് ഹെ ജോ കിസി ന കിസി സംശയമേ മാക്കർ ചോട് ജാത്തെ ഹെ. ബാബ പറയുന്നത് കുറെ പേരുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംശയം വരുമ്പോ അവരെന്താ ചെയ്യാ? ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകും. ബ്രാഹ്മണി സെ രൂട്ട് ജാത്തെ ഹെ യാ ആപസ് മേ രൂട്ട് കർ പടായി ചോട് ദേത്തെ ഹെ. ഇപ്പൊ ചിലരാണെങ്കിലോ ബ്രാഹ്മണിയോട് പിണങ്ങും, ഇല്ലെങ്കിൽ പരസ്പരം പിണങ്ങിയിട്ട് പഠിപ്പെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന ബാബ പറയാം. അബി തും യഹാം ഫൂൽ ബന്നെ കേലിയെ ആയേ ഹോ. ഇപ്പോ നിങ്ങൾ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? പുഷ്പമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. മഹസൂസ് കർത്തേ ഹോ ബരോബർ ഹം കാണ്ടെ സെ ഫൂൽ ബൻ രഹേ ഹെ. അതായത് ബാബ പറയണത് നിങ്ങൾ അനുഭവം ചെയ്യുന്നുണ്ടല്ലോ, അതായത് മുള്ളിൽ നിന്നും പുഷ്പമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അനുഭവം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കാം. ഫൂൽ ജരൂർ ബന്നാ ഹെ. തീർച്ചയായിട്ടും നമുക്ക് എന്തായി മാറണം? പുഷ്പമായിട്ട് മാറുക തന്നെ വേണം. കോയിക്കോ കുച്ച് സംശയ ഹെ ഫലാന യഹ് കർത്തേ ഹെ യഹ് ഏസേ ഹെ ഇസ്ലിയെ ഹം നെഹി ആയെങ്കെ. അപ്പൊ ചിലർക്കാണെങ്കിലോ സംശയം വരും, അതായത് ഇന്നയാളത് ഇങ്ങനെ ചെയ്യുന്നു, ഇന്നവർ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിക്കും അല്ലെ. ഒരു സെന്ററിൽ വരുമ്പോ പല പല കാര്യങ്ങൾ ഇവരിങ്ങനെ അവരങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ പല കാര്യങ്ങളിലും സംശയവും വരും. അപ്പൊ എന്താ പറയാ? ഞങ്ങൾ അതുകൊണ്ട് വരുന്നില്ല എന്ന് പറയും. ബസ് റൂട്ട് കർ ജായേ ഗർമേ ബൈഠ് ജാത്തേ ഹെ. ബാബ പറയണത് അവര് പിണങ്ങിപ്പോകും, പിന്നെ വീട്ടിലേ ഇരിക്കത്തുള്ളൂ, അവര് വരില്ല. ബാപ്പ് കഹത്തെ ഹെ ഓർ സബ്സേ തോ ബൽ റൂട്ടോ ലേക്കിൻ ഏക് ബാപ്പ് സെ കബി നഹി റൂട്ട്ന. അപ്പൊ ബാബ മനസ്സിലാക്കി തരാണ്. ബാബ പറയാണ് ഇങ്ങനെ കാണുമ്പോ, അതായത് നിങ്ങളിപ്പോ ആരോട് വേണമെങ്കിലും പിണങ്ങിക്കോളൂ, പക്ഷേ ഒരേ ഒരു ബാബയോട് ഒരിക്കലും നിങ്ങൾ പിണങ്ങരുത്. ബാബ വാണിംഗ് ദേത്തെ ഹെ സജയേം ബഹുത് കടി ഹെ. ബാബ നമുക്ക് മുന്നറിയിപ്പ് തരാണ്, ശിക്ഷകള് വളരെ കടുത്തതാണ്. ഗർഭ में भी जो सजाएं मिलती है सब സാക്ഷാത്കാർ കരാത്തെ ഹെ. അതായത് ഒരാത്മാവ് ഒരു ശരീരം വിട്ട് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണല്ലോ പ്രവേശിക്കുക, അവിടെയും ധാരാളം ശിക്ഷകൾ കിട്ടുമെന്ന് ബാബ പറയാ. ആ ശിക്ഷകൾ ലഭിക്കുന്നത് എങ്ങനെയാണ്? സാക്ഷാത്കാരം ചെയ്യിക്കും. സാക്ഷാത്കാരം ആദ്യം ചെയ്യിച്ചിട്ട് തന്നെയാണ് ശിക്ഷ കൊടുക്കുക. ബാബ പറയാ, ബിഗർ സാക്ഷാത്കാർ കെ സജ മിൽ നെഹി സക്തി. അതായത് സാക്ഷാത്കാരം കൂടാതെ ശിക്ഷ കിട്ടുക സാധ്യമല്ല. ആദ്യം സാക്ഷാത്കാരം ചെയ്യിക്കും, ഇന്ന തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് എന്ന സാക്ഷാത്കാരം ഓരോ ആത്മാവിനും കിട്ടും. പിന്നീടാണ് ആത്മാവ് ശിക്ഷ അനുഭവിക്കുന്നത്. യഹാം കാബി സാക്ഷാത്കാർ ഹോഗ. ഇവിടെയും സാക്ഷാത്കാരം ഉണ്ടാകും. തുമ്നെ പഠിത്തേ പഠിത്തേ ആപ്പസ് മേം ലഡ് ജഗഡ് കർ രൂട്ട് കർ പടായി ചോട് ദീദി. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികള് പഠിച്ച് പിന്നെന്തുണ്ടാകും? പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകും, വഴക്കുകൾ ഉണ്ടാക്കി, പിന്നെ പിണങ്ങി ഈ പഠിപ്പെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകും. തും ബച്ചേ സമജ്തേ ഹോ ഹംകോ ഫാദർ സേ പഠനാ ഹേ. അപ്പൊ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് നമ്മൾ കുട്ടികൾക്ക് അച്ഛനിൽ നിന്നും പഠിക്കണം. പഠായി കബി ചോഡ്നി നഹി ഹെ. പഠിപ്പ് ഒരിക്കലും ഉപേക്ഷിക്കരുത്. തും യഹാം പഠ്തേ ഹി ഹോ മനുഷ്യ സേ ദേവതാ ബന്നെ.
ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് എന്തിനാണ്? മനുഷ്യനിൽ നിന്നും ദേവതയായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ऐसे ഊഞ്ചത്തെ ഊഞ്ച് ബാപ്പ് കെ പാസ് തും മിൽനെ ആത്തെ ഹോ. അങ്ങനെ ഉയർന്നതിലും ഉയർന്നതായ ബാബയെ അടുത്തേക്ക് നിങ്ങൾ ബാബയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. കബി ജാസ്തി ആ ജാത്തെ ഹെ ഡ്രാമ അനുസാർ കുച്ച് തക്ലീഫ് ഹോ പഡ്തി ഹെ. ചില സമയത്താണെങ്കിലോ ഒരുപാട് പേര് വരും. അപ്പൊ ബാബ പറയാണ്, ഡ്രാമ അനുസരിച്ചപ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അല്ലെ. ഒരുപാട് പേര് വരുമ്പോ അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമല്ലോ. ബച്ചോംകോ അനേക തൂഫാനാത്തെ ഹെ. കുട്ടികൾക്കാണെങ്കിലോ ഒരുപാട് കൊടുങ്കാറ്റുകളൊക്കെ വരും. ഫലാനി ചീസ് നാ മിലി യഹ് നഹി മില യഹ് തോ കുച്ച് ബി നഹി ഹെ. അപ്പൊ ബാബ പറയാണ്, അതായത് ഇന്ന ഇന്ന സാധനം ലഭിച്ചില്ല, ഇവിടെയാണെങ്കിൽ ഇത് കിട്ടിയില്ല, ഇവിടെ ഒന്നുമില്ല, അങ്ങനെ അതായത് പല ബുദ്ധിമുട്ടുകൾ വരുമ്പോ കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയും. ജബ് മൗത്ത് കാ സമയ് ആയേഗാ तो अज्ञानी मनुष्य कहेंगे हमने क्या गुनाह किया है नाहेग जो हमें मारते हैं. ബാബ പറയാണ്, ഇപ്പോൾ മരണത്തിന്റെ സമയമൊക്കെ വരുമ്പോൾ അജ്ഞാനിയായ മനുഷ്യരെന്താ പറയാ? ഞങ്ങള് എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങളെ ഒരു അകാരണം, അതായത് ഒരു കാരണവുമില്ലാതെ ഞങ്ങളെ എങ്ങനെ കൊല്ലുന്നു? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അജ്ഞാനി മനുഷ്യര് പറയുന്ന ബാബ പറയാം. ഉസ് പിച്ചാടി കെ പാർട്ട് കോ ഹി കഹാ ജാതാ ഹെ ഘൂനെ നാഹേക് പാർട്ട്. അതിനുശേഷമുള്ള പാർട്ടിനെയാണ് പറയുന്നത് രക്തപ്പുഴയുടെ പാർട്ട് എന്ന്, അല്ലെ. അതായത് ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിക്കുമല്ലോ കൂട്ടത്തോടെയൊക്കെ, അതാണ് ബാബ പറയുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടിനെയാണ് രക്തപ്പുഴയുടെ പാർട്ട് എന്ന് പറയുന്നത്. അചാനക് ബോംബ്സ് ഗിരേങ്കെ ഡേർ കെ ഡേർ മരേങ്കെ. അതായത് പെട്ടെന്നാണ് ബോംബൊക്കെ വീഴ, ഒരുപാട് പേര് മരിക്കും എന്ന് പറയാ ബാബ. അപ്പോൾ അതിനെയാണ് രക്തപ്പുഴയുടെ പാർട്ട് എന്ന് പറയുന്നത്. യഹ് ഗൂനെ നാഹേ ഹുവാന. ഇത് എന്തായാലും ഉണ്ടാകും. അജ്ഞാനി മനുഷ്യ ഏസെ ചില്ലായെങ്കെ. അതായത് അജ്ഞാനിയായ മനുഷ്യൻ അങ്ങനെ കരഞ്ഞു നിലവിളിക്കും. തും ബച്ചേ तो बहुत खुश होते हो क्योंकि तुम जानते हो इस दुनिया का विनाश होना ही है. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കാണെങ്കിലോ വളരെയധികം സന്തോഷമായിരിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾ കുട്ടികൾക്കറിയാം ഈ പഴയ ലോകത്തിന്റെ വിനാശം നടക്കുക തന്നെ വേണം. കുട്ടികൾക്കറിയാലോ ഇത്. അനേക ധർമ്മ കാ വിനാശ് നാ ഹോ तो एक सत्य धर्म की സ്ഥാപന കൈസേ ഹോഗി. ബാബ പറയാണ്, അനേക ധർമ്മത്തിന്റെ വിനാശം കൂടാതെ ഒരു സത്യമായ ധർമ്മത്തിന്റെ സ്ഥാപന എങ്ങനെ ഉണ്ടാകും? അല്ലെ, അനേക ധർമ്മത്തിന്റെ വിനാശം സംഭവിക്കുക തന്നെ വേണം. അതുപോലെ ഈ പഴയ ലോകത്തിന്റെ വിനാശം സംഭവിക്കുക തന്നെ വേണം. അപ്പോഴാണ് പുതിയ ലോകം, അതുപോലെ ഒരു മതത്തിന്റെ സ്ഥാപനയൊക്കെ ഉണ്ടാവുക. സത്യയുഗമേ ഏക് ആദി സനാതൻ ദേവി ദേവതാ ധർമ്മത. അപ്പൊ ബാബ പറയാണ്, സത്യയുഗത്തിൽ ഒരേയൊരു ആദി സനാതന ദേവി ദേവതാ ധർമ്മം മാത്രമായിരുന്നു. കിസ്കോ ക്യാ പത സത്യയുഗ ആദിമേം ക്യാ താ. ബാബ പറയണ, ആർക്കറിയണത്? അതായത് സത്യയുഗത്തിലൊക്കെ എന്താണ് ഉണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കറിയാനാണ് എന്ന് ബാബ പറയാം. യഹ് ഹേ പുരുഷോത്തം സംഗം യുഗ്. ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ് എന്ന് ബാബ പറയാം. ബാപ്പ് ആയേ ഹി ഹേ സബ്കോ പുരുഷോത്തം ബനാനെ. അപ്പൊ ബാബ പറയാണ്, ബാബ വന്നിരിക്കുന്നത് എന്തിനാണ്? എല്ലാവരെയും പുരുഷോത്തമന്മാരാക്കി മാറ്റുന്നതിന്. അല്ലെ, പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ആത്മാവിനെ ഉത്തമമാക്കി മാറ്റാം. അതിനാണ് ബാബ വന്നിരിക്കുന്നത്. സബ്കാ ബാപ്പ് ഹേന. എല്ലാവരുടെയും അച്ഛനല്ലേ, അല്ലെ. നമ്മളെല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ് പരമാത്മാവ് ശിവബാബ. ആ ബാബ ഇപ്പൊ എന്തിനാ വന്നിരിക്കുന്നത്? നമ്മൾ ആത്മാക്കളെ ഉത്തമരാക്കി മാറ്റുന്നതിന് വേണ്ടി. ഡ്രാമ കൗത്തോ തും ജാൻ ഗയേ ഹോ. ഡ്രാമയെയും നിങ്ങൾ മനസ്സിലാക്കി. സബ് തോ സത്യയുഗമേ നെഹി ആയേങ്കെ. എല്ലാവരും സത്യയുഗത്തിലൊന്നും വരില്ല. ഇത്തിനി കരോടോം ആത്മായേം സത്യയുഗമേം തോടേ ഹി ആയെങ്കി. ബാബ പറയുന്നത്, ഇത്രയും കോടിക്കണക്കിന് ആത്മാക്കൾ സത്യയുഗത്തിൽ വരില്ല, ഇത്രയും കോടിക്കണക്കിന് സത്യയുഗത്തിൽ ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. യഹ് ഹേ
ഡീറ്റെയിൽ കി ബാത്തേൻ. ഇത് വളരെ എന്താണ് വിശാലമായ രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബഹുത്ത് ബച്ചിയാം ഹേ ജോ കുച്ച് ബി സമജ്തി നഹി. ബാബ പറയണ കുറേ പെൺകുട്ടികളുണ്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കില്ല എന്ന് പറയാ ബാബ. ഭക്തി മാർഗക്കെ ഹീരേ ഹുയേ ഹേ ജ്ഞാൻ ബുദ്ധി മേം ബൈഠ് നാ സകെ. അവര് ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്, ഭക്തി മാർഗത്തിലെ കാര്യങ്ങളുടെ കൂടിയാണ് അവര് പോകുന്നത്. അവർക്ക് ഈ ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കുന്നില്ല എന്ന് പറയാ ബാബ. ഭക്തി കി ആദത് പടി ഹുയി ഹേ, അതായത് ഭക്തിയിലെ ശീലമാണ് അവരിൽ കാണുന്നത്. കഹത്തെ ഹേ ഭഗവാൻ ക്യാ നഹി കർ സക്ത. അവര് പറയും ഭഗവാന് എന്താണ് ചെയ്യാൻ കഴിയാത്തത്. മരേ ഹുയേ കോ ജിന്ദ കർ സക്തേ ഹേ, അതായത് മരിച്ചുപോയ ആൾക്കാരുണ്ടല്ലോ അവരെ ജീവിപ്പിക്കാൻ കഴിയും. ബാബാ കെ പാസ് ആത്തേ ഹേ കഹത്തെ ഹേ ഫലാനെ മനുഷ്യനെ മരേ ഹുയേ കോ ജഗായ തോ ക്യാ ഭഗവാൻ നഹി കർ സക്താ ഹേ. അവര് അതായത് ഈ മനസ്സിലാക്കാത്ത കുട്ടികളുണ്ടല്ലോ അവരെന്താ ചെയ്യാ, ബാബയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, അതായത് ഇന്നയാള് ഒരു മരിച്ച മനുഷ്യനെ ജീവിപ്പിച്ചു, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ഭഗവാൻ അത് ചെയ്യാൻ സാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. കോയിനെ അച്ഛാ കാം കിയാ തോ ബസ് ഉസ്കി മഹിമ കർണേ ലഗ് പഡ്തേ ഹേ. ബാബ പറയാണ് ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ കഴിഞ്ഞു, പിന്നെ അവരുടെ മഹിമ പാടിക്കൊണ്ടിരിക്കും. ഫിർ ഉൻകെ ഹസാരോ ഫോളോവേഴ്സ് ബൻ ജായെങ്കെ, പിന്നെ അവർക്ക് എന്താണ് ധാരാളം അനുയായികളും ഉണ്ടായിക്കൊണ്ടിരിക്കും. തുമാരെ പാസ് തോ ബഹുത്ത് തോടെ ആത്തേ ഹേ, നിങ്ങളുടെ അടുത്താണെങ്കിൽ വളരെ കുറച്ചു പേരെ വരികയുള്ളൂ എന്ന് ബാബ പറയാം. ഭഗവാൻ പടാത്തേ ഹേ ഫിർ ഇത്തിനെ തോടേക്കും എസെ ബഹുത്ത് കാത്തേ ഹേ. അതായത് കുറെ പേരിങ്ങനെ പറയും, അതായത് ഭഗവാനാണല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും കുറച്ചാളുകൾ എന്ന് ചോദിക്കും. ബാബ പറയാണ് അരേ യഹാം തോ മർന ഹോത്താ ഹേ. ബാബ പറയണ ഇവിടെ മരിക്കണം അല്ലെ, പഴയ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നും പഴയ ലോകത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഇവിടെ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കണം, മരിക്കണം. അതാണ് ബാബ പറയുന്നത്. വഹാം തോ കൺരസ് ഹേ, അവിടെയാണെങ്കിലോ കർണരസമാണ്. ബഡേ ബബക്സെ ബൈട്ട് ഗീത സുനാത്തേ ഹേ, വളരെ ആർഭാടത്തോടെയൊക്കെ ഇരുന്ന് ഗീതയൊക്കെ കേൾപ്പിക്കും. ഭഗത് ലോക് സുൻതേ ഹേ, ഭക്തരാണെങ്കിൽ അതെല്ലാം കേൾക്കും. യഹാം കൺറസ് ബി ബാത്ത് നഹി, ഇവിടെയാണെങ്കിലോ കർണരസത്തിന്റെ കാര്യമേ ഇല്ല എന്ന് ബാബ പറയാം. തുംകോ സിർഫ് കഹാ ജാതാ ഹേ ബാപ്പുകോ യാദ് കരോ. നിങ്ങൾ കുട്ടികളോട് ഇവിടെ കേവലം ഇത് മാത്രമേ പറയുള്ളൂ, ബാബയെ ഓർമ്മിക്കൂ അല്ലെ, അത് മാത്രമേ ഇവിടെ പറയുള്ളൂ എന്ന് പറയാം ബാബ. ഗീതാമേം ബി യഹ് അക്ഷർ ഹേ മന്മനാഭവ. ഗീതയിലും ഇങ്ങനെ ഒരു അക്ഷരമുണ്ട്, എന്താണ് മന്മനാഭവ, അതായത് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ, അതാണ് മന്മനാഭവ അക്ഷരത്തിന്റെ അർത്ഥം. ബാപ്പുക്കോ യാദ് കരോ തോ വികർമ്മ വിനാശ് ഹോങ്കെ, അതായത് ബാബയെ നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ നമ്മളുടെ വികർമ്മം വിനാശമാകും. बाप कहते हैं अच्छा ब्राह्मणी से व सेंडर से रूठ जाते हो, अच्छा यह तो काम करो और संग तोड़ अपने को आत्मा समझो एक बाप को याद करो. ബാബ പറയാണ്, അതായത് ചില കുട്ടികളുണ്ട് ബ്രാഹ്മണിയോട് പിണങ്ങും അല്ലെങ്കിൽ സെന്ററിൽ നിന്നൊക്കെ പിണങ്ങിപ്പോകും. അപ്പൊ ബാബ പറയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, എല്ലാ സംഘത്തെയും ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ. അപ്പൊ ബാബ അങ്ങനെയുള്ള കുട്ടികളോട് കേവലം ഇത് മാത്രം പറയാണ്, നിങ്ങൾ എല്ലാ സംഘത്തെയും ഉപേക്ഷിക്കൂ, എന്നിട്ട് ഇത് മാത്രം ചെയ്യൂ, അതായത് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ. അത് മാത്രം പറയാ ബാബ കുട്ടികളോട്. ബാപ്പ് ഹി പതീത പാവൻ ഹേ, ബാബ തന്നെയാണ് പതീത പാവനൻ. ബസ് ബാപ്പുക്കോ യാദ് കർത്തേ രഹോ, ബാബ പറയാ ഇത്ര മാത്രം നിങ്ങൾ ചെയ്യൂ, ബാബയെ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. സ്വദർശൻ ചക്ര ഫിരാത്തേ രഹോ, അതുപോലെ സ്വദർശന ചക്രവും കറക്കിക്കൊണ്ടിരിക്കൂ. ഇത്തന യാദ് കിയാ തോ ബി സ്വർഗമേം ജരൂർ ആയേങ്കെ, ബാബ പറയണ ഇത്രയും നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, നിങ്ങൾ തീർച്ചയായും സ്വർഗത്തിൽ വരിക തന്നെ ചെയ്യുമെന്ന് ബാബ പറയാം. സ്വർഗമേം ഊഞ്ച് പദ് തോ പുരുഷാർത്ഥ കെ അനുസാർ ഹി മിലേഗ, ബാബ പറയാണ് സ്വർഗത്തില്
ഉയർന്ന പദവി അത് പുരുഷാർത്ഥം അനുസരിച്ചേ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ കേവലം ആത്മാവാന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചാൽ തീർച്ചയായും നിങ്ങൾ സ്വർഗത്തിലേക്ക് വരും. പക്ഷെ സ്വർഗത്തിലെ പദവി എന്തിനനുസരിച്ചാണ്? അത് പുരുഷാർത്ഥത്തിനനുസരിച്ചേ കിട്ടുള്ളൂ അല്ലെ. ആരൊക്കെ പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ചേ ലഭിക്കുള്ളൂ അവിടുത്തെ പദവി എന്ന് ബാബ പറയാം. പ്രജാ ബനാനി പടി, അല്ലെങ്കിൽ പ്രജയായിട്ട് മാറേണ്ടി വരും. നെഹീത്തോ രാജായി കിസ് പ്രജാ ബനാനി പടി, അതായത് പ്രജകളെ ഉണ്ടാക്കണം എന്ന് പറയാ ബാബ. അതായത് പുരുഷാർത്ഥം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ബാബയുടെ സേവനവും ചെയ്യണം അല്ലെ. അപ്പൊ പ്രജകളെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ബാബ പറയുന്നത് നിങ്ങൾ ആരുടെ മേലാണ് നിങ്ങൾ രാജ്യം ഭരിക്കുക അല്ലെ. പ്രജകൾ വേണമല്ലോ, രാജ്യം ഭരിക്കാൻ തീർച്ചയായിട്ടും പ്രജകൾ വേണം. അപ്പൊ പ്രജകളെയും ഉണ്ടാക്കണം എന്ന് ബാബ പറയാം. ജോ ബഹുത് മെഹനത്ത് കർത്തേ ഹേ ഊഞ്ച് പദ് ബി വഹി പായെങ്കെ. ബാബ പറയാണ് ആരാണോ വളരെയധികം പരിശ്രമിക്കുന്നത് അവർ തന്നെയാണ് ഉയർന്ന പദവിയും നേടുന്നത്. ഊഞ്ച് പദ് കേലിയേ ഹി കിത്തന മാതാ മാർത്തേ ഹേ. അതായത് ബാബ പറയാണ് ഉയർന്ന പദവിക്ക് വേണ്ടി എത്രയാണ് തലയിട്ടുടയ്ക്കുന്നതെന്ന് പറയാ ബാബ. പുരുഷാർത്ഥ ബിഗർ കോയി രഹ് നഹി സത്ത. അപ്പൊ ബാബ പറയാണ് പുരുഷാർത്ഥം കൂടാതെ ആർക്കും ഇരിക്കാൻ സാധിക്കില്ല. തും ബച്ചെ ജാൻതേ ഹോ ഊഞ്ച് തേ ഊഞ്ച് പതീത് പാവൻ ബാപ്പ് ഹേ. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്കറിയാം ഉയർന്നതിലും ഉയർന്നത് പതീത പാവനൻ ഒരേയൊരു ബാബയാണ്. മനുഷ്യ മഹിമ ബൽ ഗാത്തേ ഹേ പരന്തോ അർത്ഥ നെഹി സമജത്തേ ഹേ. ബാബ പറയാണ് മനുഷ്യർ കേവലം മഹിമ പാടുന്നുണ്ട്, പക്ഷേ ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. ഭാരത് കിത്തന സാഹുകാർദ, ഭാരത് ഹേ സ്വർഗ് വണ്ടർ ഓഫ് വേൾഡ്. ബാബ പറയാണ് ഭാരതം എത്ര ധനവാനായിരുന്നു, എത്ര സമ്പത്തുണ്ടായിരുന്നു ഭാരതത്തില്. ഭാരതം തന്നെയായിരുന്നു സ്വർഗം. വണ്ടർ ഓഫ് വേൾഡ് എന്ന് ബാബ പറയാ, അതായത് ലോക അത്ഭുതം എന്ന് പറയാ ബാബ. വഹ് 7 വണ്ടേഴ്സ് മായാക്കെ, അതായത് ബാബ പറയാണ് ഇപ്പോ ലോകാത്ഭുതങ്ങൾ 7 എണ്ണം പറയൂല്ലോ, അത് മായയുടേതാണെന്ന് പറയാ ബാബ. സാരേ ഡ്രാമാമേം ഊഞ്ച് തേ ഊഞ്ച് ഹേ സ്വർഗ് നീച്ചേ തേ നീച്ച് ഹേ നർഗ്. ബാബ പറയാണ് മുഴുവൻ ഡ്രാമ എടുത്തു നോക്കിയാൽ ഉയർന്നതിലും ഉയർന്നതാണ് സ്വർഗം, താഴ്ന്നതിലും താഴ്ന്നതാണ് നരകം. അതായത് മുഴുവൻ ഡ്രാമ എടുത്തു നോക്കുമ്പോൾ സത്യത്രേതായുഗമാണ് സ്വർഗം, പിന്നെ ദ്വാപര കലിയുഗമാണ് നരകം അല്ലെ. അബി തും ബാപ്പ് കെ പാസ് ആയേ ഹോ ജാൻതേ ഹോ മീഠാ ബാബ ഇത്തന ഊഞ്ച് തേ ഊഞ്ച് ലേ ജാത്തേ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് മധുരമായ ബാബ എത്ര ഉയർന്നതിലും ഉയർന്നതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, അതും മനസ്സിലാക്കുന്നുണ്ട്. ഉൻകോ കോൻ ഭൂലേങ്കെ, അങ്ങനെയുള്ള ബാബയെ ആരാണ് മറക്കുക എന്ന് ബാബ ചോദിക്കാം. ബൽ യഹാംബി ബാഹർ ജാവോ സിർഫ് ഏക് ബാത്ത് യാദ് രഖോ ബാപ്പുക്കോ യാദ് കരോ. ബാബ പറയുന്നത് നിങ്ങൾ പുറത്ത് എവിടെ വേണമെങ്കിലും പോയിക്കോളൂ, കേവലം നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഓർമ്മിക്കൂ, അതായത് ബാബയെ ഓർമ്മിക്കണ കാര്യം അല്ലെ, അത് മാത്രം നിങ്ങൾ ഓർമ്മ വെക്കൂ എന്ന് ബാബ പറയാം. ബാപ്പ് ഹി ശ്രീമദ് ദേത്തെ ഹേ ഭഗവാനുവാജ് നാക്കി ബ്രഹ്മ ഭഗവാനുവാജ്. ബാബ തന്നെയാണ് നമുക്ക് ശ്രീമതം തരുന്നത് അല്ലെ. ഭഗവാനുവാജ് എന്നല്ലേ പറയാ. ബാബ പറയണ അല്ലാതെ ബ്രഹ്മ ഭഗവാനുവാജ് എന്ന് പറയില്ലല്ലോ, ഭഗവാനുവാജ്. ബേഹദ് കാ ബാപ്പ് ബച്ചോം സെ പൂछते हैं बच्चे हम तुमको इतना साहूकार बनाकर गए फिर तुम्हारी दुर्गति कैसे हुई. ബാബ പറയാണ് പരിധിയില്ലാത്ത ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, അതായത് കുട്ടികളെ ഞാൻ നിങ്ങളെ ഇത്രയും ധനവാനാക്കി മാറ്റിയിട്ടാണ് പോയത്, പിന്നീട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ദുർഗതി വന്നത് എന്ന് ബാബ ചോദിക്കുക. परंतु सुनते ऐसे है जैसे कुछ भी समझते नहीं, तो बच्चों को थोड़ी तकलीफ होती है, दुख सुख സ്തുതി നിന്ദ भी सब सहन करना पड़ता है. ബാബ പറയാണ് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ദുഃഖവും സുഖവും സ്തുതിയും നിന്ദയും എല്ലാം സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. യഹാം കെ മനുഷ്യ ദേക്കോ കൈസേ ഹേ प्राइम मिनिस्टर को भी पत्थर मारने में देरी नहीं करते हैं.
അപ്പൊ ബാബ പറയാണ്, ഇവിടെയുള്ള മനുഷ്യരെ നോക്കൂ, അതായത് പ്രധാനമന്ത്രിയുടെ നേർക്ക് പോലും കല്ലെറിയാൻ പോലും അവർ മടിക്കുന്നില്ല എന്ന് പറയാ ബാബ. कहते हैं സ്കൂൾ കെ ബച്ചോം കാ ന്യൂ ബ്ലഡ് ഹേ. എന്നിട്ട് ഇങ്ങനെ പറയും, അതായത് സ്കൂളിലെ കുട്ടികൾ, അതായത് ചെറിയ കുട്ടികളാണല്ലോ, അവരുടെ ന്യൂ ബ്ലഡാന്ന് പറയും അല്ലെ, പുതിയ തലമുറയാന്നൊക്കെ പറയുമല്ലോ. ബാബ പറയാണ്, ബഹുത്ത് മഹിമ കർത്തേ ഹേ ഉൻകി, അവരുടെ ഒരുപാട് മഹിമ പാടും അല്ലെ, അവരെന്തും ചെയ്യാൻ തയ്യാറാണ്, പുതിയ രക്തമാണ്, പുതിയ തലമുറ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം മഹിമയൊക്കെ ചെയ്യുന്ന ബാബ പറയാ. സമജ്തേ ഹേ യഹ് ഫ്യൂച്ചർ കാ ന്യൂ ബ്ലഡ് ഹേ, ഇതിങ്ങനെയും മനസ്സിലാക്കും, അതായത് ഇവർ ഭാവിയിലേക്കുള്ള പുതിയ രക്തമാണ് എന്ന് മനസ്സിലാക്കും. പരന്തോ വഹി സ്റ്റുഡന്റ് ദുഃഖ് ദേനെ വാലെ നിക്കൽ പടുത്തേ ഹേ. ബാബ പറയണ, പക്ഷേ ആ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെയാണ് പിന്നീട് ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കോളേജിക്കോ ആഗ് ലഗ് ജാത്തേ ഹേ. ബാബ പറയാണ്, ഈ കോളേജിലൊക്കെ അവര് തീയിട്ട് നശിപ്പിക്കും. ഏക് ദോക്കോ ഗാലി ദേത്തേ രഹത്തേ ഹേ, പരസ്പരം എല്ലാവരെയും ഇങ്ങനെ അവഹേളിക്കും ഒക്കെ ചെയ്യും. അതൊക്കെ ഇങ്ങനെ ഈ പുതിയ തലമുറയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ബാബ മനസ്സിലാക്കി തരാം. ബാപ്പ് സമജാത്ത ഹേ ദുനിയാ കാ ക്യാ ഹാൽ ഹേ. ബാബ മനസ്സിലാക്കി തരാണ് ഈ ലോകത്തിന്റെ എന്തവസ്ഥയാണ് എന്നുള്ള കാര്യം ബാബ മനസ്സിലാക്കി തരാം. ഡ്രാമ കാ ആക്ടർ ഹോക്കർ ബി ड्रामा के आदि मध्य अंत और मुख्य एक्टर्स आदि को नहीं जानते हैं तो उन्हें क्या कहे. ബാബ ചോദിക്കാണ്, അതായത് നിങ്ങളെ ഡ്രാമയിലെ ആക്ടർ ആയിരുന്നിട്ട് കൂടി ഡ്രാമയുടെ ആദി മധ്യ അന്ത്യം, അതുപോലെ മുഖ്യ ആക്ടേഴ്സ് അതൊക്കെ ആരാണെന്ന് അറിയുന്നില്ലെങ്കിൽ അവരെ എന്ത് പറയാനാണ്? കാരണം ഒരു ഡ്രാമയിൽ നമ്മളൊരു പാർട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ആ ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യം എന്താണ്, ആ ഡ്രാമയിലെ മുഖ്യ ആക്ടേഴ്സ് ആരാണ്, ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ പിന്നെ അവരെന്ത് പറയാനാണെന്ന് ബാബ ചോദിക്കാം. ബഡേ തേ ബഡാ കോൻ ഹേ ഉസ്കി ബയോഗ്രഫി തോ ജാനി ചാഹിയേന. ബാബ പറയാണ്, ഏറ്റവും ഉയർന്നതിലും ഉയർന്നത് അല്ലെ, വലുതിലും വലുത് ആരാണ്, അവരുടെ ജീവകഥയൊക്കെ അറിയണ്ടേ എന്ന് ബാബ പറയാം. കുച്ച് ബി നഹി ജാൻതെ, ഒന്നും അറിയുന്നില്ല എന്ന് ബാബ പറയാം. ബ്രഹ്മ വിഷ്ണു ശങ്കർ കാ ക്യാ പാർട്ട് ഹേ, ധർമ്മസ്ഥാപകോം കാ ക്യാ പാർട്ട് ഹേ. അതായത് ബാബ പറയാണ്, ഈ ബ്രഹ്മാവ് വിഷ്ണു ശങ്കരൻ ഇതൊക്കെ അവർക്കൊക്കെ എന്താണ് പാർട്ടുള്ളത്, ഇല്ലെങ്കിൽ ധർമ്മസ്ഥാപകരുടെ പാർട്ട് എന്താണ്, ഇതൊന്നും അറിയുന്നില്ല എന്ന് ബാബ പറയാം. മനുഷ്യസ്തോ അന്ധശ്രദ്ധാമേ മാക്കർ സബ്കോ പ്രിസ്പേറ്റർ കഹ് ദേത്തെ ഹേ. ബാബ പറയാണ്, ഇത് മനുഷ്യരുണ്ടല്ലോ, അവർ ഈ അന്ധവിശ്വാസത്തിലേക്ക് വരും. അന്ധവിശ്വാസത്തിലേക്ക് വന്നിട്ട് അവരെന്താണ്, എല്ലാവരെയും എന്ത് പറയും, ഗുരു എന്ന് പറയും. ഗുരു തോ വഹ്ജോ സദ്ഗതി കർത്താഹേ. ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? സദ്ഗതി ചെയ്യുന്നവനെയാണ് ഗുരു എന്ന് പറയാം. അബ് സർവ കാ സദ്ഗതി ദാതാ തോ ഏക് ഹി പരംപിത പരമാത്മാ ഹേ. അപ്പൊ ബാബ പറയുന്നത്, അതായത് സദ്ഗതി തരുന്നത് ഒരേ ഒരു പരംപിത പരമാത്മാവ്, അതായത് എല്ലാവരുടെയും സദ്ഗതി തരുന്നത് ആരാണ്? എല്ലാവർക്കും ഒരേ ഒരു പരംപിത പരമാത്മാവാണ്. വഹ് പരം ഗുരു ബി ഹേ ഫിർ നോളജ് ബി ദേത്തെ ഹേ. ബാബ പരം ഗുരു അല്ലെ, അത്രയും ഉയർന്നതാണെന്ന് പറയാ ബാബ. അതുമാത്രമല്ല, ആ ബാബ തന്നെയാണ് നമുക്ക് ഈ അറിവെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. തും ബച്ചോം കോ പഠാത്തെ ബി ഹേ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഉൻകാ പാർട്ട് ഹി വണ്ടർഫുൾ ഹേ, ആ ഉയർന്നതിലും ഉയർന്ന പരംപിത പരമാത്മാവിന്റെ പാർട്ട് വളരെ അത്ഭുതകരമാണ് അല്ലെ. ആ പരംപിത പരമാത്മാവ് പരം ഗുരുവാണ്, അതുപോലെ നമുക്ക് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട്. ബാബ പറയാണ്, ആ പാർട്ട് എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ്. ധർമ്മ ബി സ്ഥാപൻ കർത്തേ ഹേ ഓർ സബി ധർമ്മ കോ കലാസ് ബി കർത്തേ ഹേ. ബാബ പറയാണ്, ആ ബാബ തന്നെയാണ് ധർമ്മം സ്ഥാപിക്കും ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാ ധർമ്മത്തെയും ഇല്ലാതാക്കുന്നുമുണ്ട്. ഓർത്തോ സിർഫ് ധർമ്മ സ്ഥാപൻ കർത്തേ ഹേ, ബാക്കിയുള്ള ധർമ്മസ്ഥാപകർ എന്താണ്? കേവലം ഒരു ധർമ്മം സ്ഥാപിക്കുന്നേയുള്ളൂ അല്ലെ. ബാബ ധർമ്മം സ്ഥാപിക്കുന്നുണ്ട്, ബാക്കി എല്ലാ ധർമ്മത്തിന്റെ വിനാശവും ചെയ്യിക്കുന്നുണ്ട്. ബാപ്പ് കഹത്തെ ഹേ മേ കാലോം കാ കാൽ ഹേ. ബാബ പറയാണ്,
ഞാൻ കാലന്മാരുടെയും കാലനാണ്. एक धर्म की स्थापना और बाकी सभी धर्म का विनाश हो जाएगा अर्थात इस ज्ञान यज्ञ में स्वाह हो जाएंगे. ബാബ പറയാണ്, ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും ബാക്കി എല്ലാ ധർമ്മത്തിന്റെയും വിനാശവും സംഭവിക്കും. അർത്ഥം എന്താണ്? ഈ ജ്ഞാനയജ്ഞത്തിൽ എല്ലാം സ്വാഹയാകും. ഫിർ നാ കോയി ലഡായി ലഗേഗി നാ യജ്ഞ രചാ ജായേഗ. പിന്നീട് ഒരു യുദ്ധവും ഇവിടെ ഉണ്ടായിരിക്കില്ല, അതുപോലെ ഒരു യജ്ഞവും ഇവിടെ രചിക്കില്ല. തും സാരെ വിശ്വക്കെ ആദി മധ്യ അന്ത് കോ ജാൻതേ ഹോ. നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ വിശ്വത്തിന്റെയും ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യമറിയാം. ഓർത്തോ സബി നേത്തി നേത്തി കത്തെ. ബാക്കിയുള്ളവരെല്ലാവരും എന്താ പറയുന്നത്? അറിയില്ല അറിയില്ല എന്നാണ് പറയുന്നത്. തും ഏസെ തോടേ ഹി കഹേങ്കെ. ബാബ പറയണം, നിങ്ങൾ കുട്ടികൾ ഒരിക്കലും അറിയില്ല അറിയില്ല എന്ന് പറയില്ല. കാരണം എന്താണ്? ബാബ നമുക്ക് സൃഷ്ടിയുടെ ആദി അന്ത്യത്തിന്റെ ജ്ഞാനം തന്നു കഴിഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ കുട്ടികൾ അറിയില്ല അറിയില്ല എന്ന് പറയില്ലല്ലോ. തും ഏസെ തോടേ ഹി കഹേങ്കെ ബാപ്പ് ബിഗർ ഓർ കോയി സമജാ നാ സകെ. അപ്പൊ ബാബ പറയാണ്, ബാബയ്ക്കല്ലാതെ ഇത് വേറെ ഒരാൾക്കും മനസ്സിലാക്കി തരാൻ കഴിയില്ല എന്ന് ബാബ പറയാം. തോ തും ബച്ചോം കോ ബഡി ഖുഷി ഹോനി ചാഹിയെ परंतु माया का सामना ऐसा होता है जो याद ही मिटा देती है. ബാബ പറയാണ്, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കണം. പക്ഷെ ബാബ പറയാണ്, മായ നമ്മളെ ആ ഓർമ്മയിലിരിക്കാൻ അല്ലെ, ബാബയുടെ ഓർമ്മയിലിരിക്കാനൊന്നും മായ അനുവദിക്കില്ല. അതാണ് തും ബച്ചോം കോ ദുഃഖ് സുഖ് മാൻ അപമാൻ സഹൻ കർണ ഹെ. ബാബ വീണ്ടും പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് സുഖവും ദുഃഖവും മാനം അപമാനം ഇതെല്ലാം സഹിക്കേണ്ടതായിട്ട് വരും. യോ തോ യഹാം കോയി അപമാൻ കിയ നഹി ജാത്ത. പക്ഷെ ബാബ പറയണത്, ഇവിടെ നിങ്ങളെ ആരും അപമാനിക്കില്ല. അഗർ കോയി ബി ബാത്ത് ഹേ തോ ബാപ്പ് കോ റിപ്പോർട്ട് കർണി ചാഹിയെ. ബാബ പറയാണ്, അഥവാ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അല്ലെ, ഈ ദുഃഖം തരെ അപമാനിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ബാബയോട് തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ബാബ പറയാം. റിപ്പോർട്ട് നെഹി കർത്തേ തോ ബഡാ പാപ് ലഗ്താ ഹെ. അഥവാ നിങ്ങൾ ഇതൊന്നും അറിയിക്കുന്നില്ല, ബാബയെ അറിയിക്കുന്നില്ല എങ്കിൽ അതൊരു വലിയ പാപമായിട്ട് മാറുമെന്ന് ബാബ പറയാം. ബാപ്പു കോ സുനാനെ സെ ജട്ട് ഉൻകോ സാവധാനി മിലേഗി. ബാബ പറയാണ്, ബാബയെ നിങ്ങളത് കേൾപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും. ഇസ് സർജൻ സെ ചിപ്പാന നെഹി ചാഹിയെ. ഈ സർജൻ അല്ലെ, ഡോക്ടറാണല്ലോ ബാബ, ഈ സർജന്റെ അടുത്ത് നിങ്ങൾ ഒരിക്കലും അത് ഒളിപ്പിക്കരുത് എന്ന് ബാബ പറയാം. ബഡാ ഭാരി സർജൻ ഹേ. ഇത് വളരെ വലിയ സർജനാണിതെന്ന് പറയാ ബാബ. ജ്ഞാൻ ഇഞ്ചക്ഷൻ ഇൻകോ അഞ്ജൻ ബി കഹത്തെ ഹേ. അതായത് ജ്ഞാന ഇഞ്ചക്ഷൻ, അതിനെ അഞ്ജനം എന്നും പറയും. അഞ്ജൻ കോ ജ്ഞാൻ സുർമ ബി കഹാ ജാത്താ ഹേ. അഞ്ജനം അതിനെ ജ്ഞാന സുറുമ എന്നും പറയും അല്ലെ, ജ്ഞാനാഞ്ജനം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ജ്ഞാന സുറുമ എന്നും പറയാ ബാബ. ജാദു ആദി കി തോ ബാത്ത് ഹി നഹി ഹേ. ഇവിടെ അങ്ങനെ ഇന്ദ്രജാലത്തിൻ്റെതായ യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് ബാബ പറയാ. ബാപ്പ് कहते हैं मैं आया हूं तुमको पदीद से पावन होने की യുക്തി ബത്താനെ. ബാബ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ കുട്ടികൾക്ക് പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറുന്നതിനുള്ള യുക്തികൾ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ബാബ പറയാം. പവിത്ര നെഹി ബനേങ്കെ തോ ധാരണ ബി നെഹി ഹോഗി. ബാബ പറയാണ്, നിങ്ങൾ പവിത്രമായിട്ട് മാറിയില്ലെങ്കിൽ എന്താണ്, ധാരണയും ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. ഇസി കാം കെ കാരൺ ഹി ഫിർ പാപ് ഹോത്തെ ഹെ. ബാബ പറയാണ്, ഇത് കാരണം കൊണ്ട് തന്നെയാണ് പിന്നീട് പാപങ്ങളും ഉണ്ടാകുന്നത് അല്ലെ. പവിത്രമായിട്ടിരിക്കാത്തതു കാരണം പാപവും ഉണ്ടാകുന്നു. ഇൻ പർ ജീത്ത് പാനി ഹെ. ഇതിന് മുകളിലാണ് നിങ്ങൾ വിജയിക്കേണ്ടത്. ഖുദ് ഹി വികാർ മേം ജാത്താ ഹോഗാ തോ ദൂസരെ കോയി കോ കഹ് നഹി സക്കേംഗെ. ബാബ പറയാണ്, സ്വയം വികാരത്തിലേക്ക് പോകുന്നവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഇതൊന്നും പറയാൻ സാധിക്കില്ല അല്ലെ.
സ്വയം വികാരത്തിലേക്ക് പോയിട്ട് പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണ് പവിത്രമായിട്ടിരിക്കൂ എന്ന് പറയാൻ സാധിക്കാം? വഹുത്തോ മഹാപാപ് ഹോ ജായേ, അങ്ങനെയാണെങ്കിൽ അത് വളരെ മഹാപാപമായിട്ട് മാറുമെന്ന് ബാബ പറയാം. ബാപ്പ് കഹാനി ബി സുനാത്തെ ഹെ, പണ്ഡിതനെ കഹാ രാം രാം കഹനെ സെ സാഗർ പാർ ഹോ ജായെങ്കെ. അതായത് ബാബ കഹാനി, ഒരു കഥയും കേൾപ്പിക്കുകയാണ്. അതായത് പണ്ഡിതൻ ഇങ്ങനെ പറയൂലോ, രാമരാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാഗരത്തിന്റെ അക്കരെ കടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ടല്ലോ. ആ കഥയും ബാബ കുട്ടികളെ കേൾപ്പിക്കും. മനുഷ്യ സമജത്തേയെ പാനി ക സാഗർ. അപ്പൊ മനുഷ്യരെന്താ വിചാരിച്ചത്? അത് വെള്ളത്തിന്റെ സാഗരമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഇവിടെയാണ് അല്ലെ. ബാബേനെ ഓർമ്മിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷയസാഗരം, ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്നും മറികടക്കാൻ സാധിക്കുന്നത് ബാബയെ ഓർമ്മിക്കുമ്പോഴാണ് അല്ലെ. അതാണ് ബാബ പറയുന്നത്. അല്ലാതെ വെള്ളത്തിന്റെ സാഗരത്തിന്റെ കാര്യമല്ല അവിടെ വരുന്നത്. ജൈസെ ആകാശ് കാ അന്ത് നെഹി വൈസെ സാഗർ കാ ബി അന്ത് നെഹി പാസക്തേ. അപ്പൊ ബാബ പറയണത്, എങ്ങനെയാണോ ആകാശത്തിന് അന്ത്യമില്ലാത്തത്, അറ്റമില്ലാത്തത്, അതുപോലെ ഈ സാഗരം അല്ലെ കടലിനും അറ്റം, കടലിന്റെയും അറ്റം കാണുക സാധ്യമല്ല എന്ന് ബാബ പറയാം. ബ്രഹ്മ മഹത്വത്ത് കാ ബി അന്ത് നെഹി, അതായത് ബ്രഹ്മ മഹാതത്വത്തിനും അറ്റമില്ല. യഹാ മനുഷ്യ അന്ത് പാനെ കാ പുരുഷാർത്ഥ് കർത്തേ ഹെ. ബാബ പറയാണ്, ഇവിടെ മനുഷ്യരാണെങ്കിലോ അറ്റം കാണുന്നതിനൊക്കെ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് അല്ലെ. കടലിന്റെ അറ്റം കാണാം, ആകാശത്തിന്റെ അറ്റം കാണാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. വഹാം കോയി പുരുഷാർത്ഥ് നെഹി കർത്തേ, അതായത് അവിടെ അതിനുള്ള പുരുഷാർത്ഥം ഒന്നും ചെയ്യില്ല അല്ലെ. സത്യത്രേതായുഗത്തിലൊന്നും ഇങ്ങനെയൊക്കെയുള്ള പുരുഷാർത്ഥം ഒന്നും ചെയ്യില്ല എന്ന് ബാബ പറയാ. യഹാം കിത്തനാബി ദൂർ ജാത്തേ ഹെ ഫിർ ലൗട്ട് ആത്തേ ഹെ. അതായത് ഇവിടെയാണെങ്കിലോ കുറേ ദൂരം പോകും അല്ലെ. സാഗരത്തിന്റെ അറ്റം കാണാനെന്നും പറഞ്ഞ് കുറേ ദൂരം പോകും, പിന്നെ തിരിച്ചു വരുന്ന ബാബ പറയാം. പെട്രോൾ ഹി നെഹി ഹോഗാത്തോ ആയെങ്കെ കൈസേ. ബാബ പറയാണ്, പെട്രോൾ ഒന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ തിരിച്ചു വരും എന്ന് ബാബ പറയാ. യഹ് ഹേ സയൻസ് വാലോം കാ അതി അഹങ്കാർ. ബാബ പറയാണ്, ഇതാണ് ശാസ്ത്രജ്ഞരുടെ വളരെ വലിയ അഹങ്കാരം. അറ്റം കാണാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് എത്രയോ ദൂരം സഞ്ചരിക്കും, പക്ഷെ തിരിച്ചു വരാണ്, അറ്റം കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാ ബാബ പറയുന്നത്, ഇത് ശാസ്ത്രജ്ഞന്മാരുടെ അതിയായ അഹങ്കാരമാണ്. ഉസ്സേ വിനാശ് കർ ദേത്തേ ഹേ, അതിലൂടെ എന്തായാലും വിനാശം ഉണ്ടാകുമെന്ന് ബാബ പറയാം. എയ്റോപ്ലെയിൻസെ സുഖ് ബി ഹേ ഫിർ ഉൻസെ അതി ദുഃഖ് ബി ഹേ. അതായത് എയ്റോപ്ലെയിനിലൂടെ സുഖം ലഭിക്കുന്നുണ്ട്, പക്ഷേ ബാബ പറയണത് അതിനേക്കാളും കൂടുതൽ ദുഃഖവും ഉണ്ടാകുന്നുണ്ട്. അച്ഛ മീട്ടെ മീട്ടെ സിക്കീലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, കിസി ബി കാരൺ സെ പഠായി നെഹി ചോഡ്നി ഹെ. ബാബ പറയുന്നത്, യാതൊരു കാരണവശാലും നിങ്ങൾ പഠിപ്പ് ഉപേക്ഷിക്കരുത്. സജായേ ബഹുത്ത് കടി ഹെ. ബാബ പറയുന്നത്, അതായത് ശിക്ഷകൾ വളരെ കടുത്തതാണ്. ഉൻസെ ബച്ചനെ കെ ലിയേ ഓർ സബ് സംഗ് തോഡ് ഏക് ബാപ്പ് കോ യാദ് കർണ ഹെ. ആ ശിക്ഷകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി ബാബ പറയാണ്, നിങ്ങൾ എല്ലാ സംഘത്തെയും ഉപേക്ഷിച്ച് ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ. രൂട്ടന നഹി ഹേ. ബാബ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പിണങ്ങരുത് എന്ന് ബാബ പറയാ. ബാബയോട് ഒരിക്കലും പിണങ്ങരുത്. ഈ സെക്കൻഡ് പോയിന്റ് ബാബ പറയാ, ജ്ഞാൻ ഇഞ്ചക്ഷൻ വാ അഞ്ജൻ ദേനെ വാല ഏക് ബാപ്പ് ഹേ. അപ്പൊ ബാബയാണ് ജ്ഞാന ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ജ്ഞാന അഞ്ജനം എന്നൊക്കെ പറയുമല്ലോ, അത് തരുന്നത് ഒരേ ഒരു ബാബയാണ്. ഉസ് അവിനാശി സർജൻ സെ കോയി ബാത്ത് ചിപ്പാനി നഹി ഹെ. ആ അവിനാശിയായ ആ ഡോക്ടറുടെ അടുത്ത് നമ്മൾ ഒരു കാര്യവും ഒളിപ്പിക്കരുത് എന്ന് പറയാം. അപ്പൊ എന്ത് തെറ്റോ എന്ത് നമ്മളിൽ നിന്ന് വന്നാലും നമ്മൾ ബാബയുടെ അടുത്ത് പറയണം, ഒളിപ്പിക്കരുതെന്ന് പറയാ ബാബ. ബാപ്പു കോ സുനാനെ സെ ജട്ട് സാവധാനി മിൽ ജായേഗി.
ബാബ പറയാണ്, ബാബയെ നിങ്ങൾ കേൾപ്പിക്കുന്നതിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരവും ലഭിക്കുമെന്ന് ബാബ പറയാം. ഇനി ബാബ വരദാനം പറയാണ്, തൻ की तंदुरुस्ती, मन की खुशी और धन की समृद्धि द्वारा ശ്രേഷ്ഠ ഭാഗ്യവാൻ ഭവ. അതായത് ബാബ വരദാനം തരാണ്. അതായത് ശരീരത്തിന്റെ ആരോഗ്യം, അതുപോലെ മനസ്സിന്റെ സന്തോഷം, ധനത്തിന്റെ സമൃദ്ധി, ഇവയിലൂടെ ശ്രേഷ്ഠ ഭാഗ്യവാനായിട്ട് ഭവിക്കട്ടെ. ബാബ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാണ്, संगम युग पर सदा सो में स्थित रहने से तन का कर्म भोग सूली से काटा हो जाता है. അതായത് ബാബ പറയാണ്, സംഗമയുഗത്തില് നിങ്ങൾ സദാ സ്വസ്ഥിതിയിലിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ കർമ്മഭോഗങ്ങൾ, അതല്ലേ കർമ്മഭോഗ് ശരീരത്തിലൂടെയാണല്ലോ വരാ, ശരീരത്തിന്റെ കർമ്മഭോഗ് അതായത് ഇത്രയും തൂക്കുമരത്തിൽ നിന്നും ഒരു മുള്ളായിട്ട് മാറും. അതായത് ഉണ്ടാകും കർമ്മഭോഗ്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യില്ല, വളരെ വലുതായിരിക്കും, പക്ഷെ നമുക്കതൊരു വളരെ ചെറിയൊരു മുള്ള് പോലെ നമുക്ക് തോന്നുള്ളൂ. തൻകാ രോഗ് യോഗമേ പരിവർത്തൻ കാർ ദേത്തേ ഹോ. ബാബ പറയാണ്, ശരീരത്തിന്റെ അസുഖമൊക്കെ ഉണ്ടല്ലോ, അത് യോഗത്തിലൂടെ, അതായത് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ അത് പരിവർത്തനപ്പെടും. ഇസ്ലിയെ സദാ സ്വസ്ഥ ഹോ, അതുകൊണ്ട് സദാ നമ്മൾ സ്വസ്ഥമായിരിക്കും. मनमना भवा होने के कारण खुशियों की गान से सदा संपन्न हो, इसलिए मन की खुशी भी प्राप्त है. ബാബ പറയാണ്, നിങ്ങൾ ഈ സംഗമയുഗത്തില് മന്മനാഭവയായിരിക്കുന്നത് കാരണത്താൽ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ഖജനാവ് കൊണ്ട് സദാ സമ്പന്നമായിരിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിനെപ്പോഴും എന്തുണ്ടായിരിക്കും? സന്തോഷം ഉണ്ടായിരിക്കും, അല്ലെ? ഓർ ജ്ഞാൻ ധൻ സബ് ധനോം സെ ശ്രേഷ്ഠ ഹെ. ഇനി ജ്ഞാനധനം നോക്കുകയാണെങ്കിലോ ബാക്കി എല്ലാ സ്ഥൂലമായ ധനത്തിനേക്കാളും ശ്രേഷ്ഠമായതാണ് ജ്ഞാനധനം. അതും നിങ്ങളിലുണ്ട്. ജ്ഞാൻ ധൻ വാലോം കി പ്രകൃതി സ്വതഹി ദാസി ബൻ ജാതി ഹെ. ബാബ പറയാണ്, ജ്ഞാനധനമുള്ള ആളുകൾ, ജ്ഞാനധനമുള്ള കുട്ടികളില് ബാബ പറയാണ് പ്രകൃതിയും ദാസിയായി മാറും, സ്വതവേ ദാസിയായി മാറും. പ്രകൃതി എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ശരീരമുണ്ട്, പിന്നെ പ്രകൃതി ചുറ്റുമുള്ളത്, അത് രണ്ടും ദാസിയായി മാറും ജ്ഞാന ധനവാന്മാരുടെ അടുത്ത്. ഓർ സർവ സംബന്ധ ബി ഏക് കെ സാധ് ഹേ. ഇനി നോക്കുകയാണെങ്കിലോ ബാക്കി നമ്മുടെ എല്ലാ സംബന്ധങ്ങളും നമ്മൾ ആരിലാണ് വെച്ചിരിക്കുന്നത്? ഒരേ ഒരു ബാബയുടെ അടുത്ത്. സമ്പർക്ക് ബി ഹോളി ഹംസോം സേ ഹേ. ബാബ പറയുന്നത് സമ്പർക്കം ആരുമായിട്ടാണ്? ഹോളി ഹംസങ്ങളായിട്ടാണ്. ഇസ്ലിയെ ശ്രേഷ്ഠ ഭാഗ്യവാൻ കാ വരദാൻ സ്വതഹേ പ്രാപ്തി ഹേ. അതുകൊണ്ട് ബാബ പറയാണ്, ശ്രേഷ്ഠ ഭാഗ്യവാൻ എന്ന വരദാനം സ്വതവേ നിങ്ങൾക്ക് പ്രാപ്തമാണ്. കാരണം നമുക്ക് ചുറ്റും ഇതാണ്, അല്ലെ? ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കുമ്പോൾ സംഗമയുഗത്തില് നമ്മൾ ഒന്ന് മന്മനാഭവയായിട്ടിരിക്കുന്നു, പിന്നെ അതുപോലെ എന്താണ്, ബാബയുമായിട്ടാണ് എല്ലാ സർവ്വസംബന്ധങ്ങളും. പിന്നെ ആരായിട്ടാണ് നമ്മുടെ സമ്പർക്കം? ഹോളി ഹംസങ്ങളായിട്ടാണ്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ എന്താണ്? ശരീരത്തിന് ആരോഗ്യം, മനസ്സിന് സന്തോഷം, ധനത്താൽ സമൃദ്ധി, ഇതെല്ലാം ഉണ്ടാകും. അങ്ങനെ ആയിരിക്കുമ്പോൾ ഇത് മൂന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ്? ശ്രേഷ്ഠ ഭാഗ്യവാനാത്മാക്കളാണ്. ഈ ബാബ സ്ലോഗൻ പറയാണ്, യാദ് ഓർ സേവ ദോനോം കാ ബാലൻസ് ഹി ഡബിൾ ലോക്ക് ഹേ. അതായത് ഓർമ്മയും സേവനവും രണ്ടിന്റെയും ബാലൻസ്. അപ്പോൾ അതിനെയാണ് ബാബ പറയുന്നത് ഡബിൾ ലോക്ക്. ഇത് ബാബയുടെ ഓർമ്മയും വേണം, ഒപ്പം സേവനവും വേണം. അപ്പൊ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സേവനം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സേവനത്തിൽ മാത്രം ബിസി ആയിക്കൊണ്ട് ബാബനെ ഓർമ്മിക്കാതിരിക്കുക, അങ്ങനെയല്ല. രണ്ടിന്റെയും ബാലൻസ് തന്നെയാണ് ഡബിൾ ലോക്ക് എന്ന് ബാബ പറയാം. ഈ ബാബ അവ്യക്ത സൂചന തരാണ്. जैसे अनेक जन्म अपने देह के स्वरूप की स्मृति नेचुरल रही है, वैसे ही अपने असली स्वरूप की स्मृति का अनुभव थोड़ा समय भी नहीं करेंगे क्या? ബാബ ചോദിക്കുകയാണ്, എങ്ങനെയാണോ നിങ്ങൾ അനേക ജന്മങ്ങളായിട്ട്, അതായത് ദേഹത്തിന്റെ സ്വരൂപം നിങ്ങളുടെ സ്മൃതിയിൽ നാച്ചുറായിട്ട് വരുന്നുണ്ട്, അല്ലെ? സ്വാഭാവികമായിട്ട് ദേഹത്തിന്റെ ഓർമ്മ നമുക്ക് വരുന്നുണ്ട്. അനേക ജന്മങ്ങളായിട്ട് അങ്ങനെയാണല്ലോ, ദേഹത്തിന്റെ സ്മൃതിയാണല്ലോ.
അപ്പൊ ബാബ പറയണ അതുപോലെ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തിന്റെ അനുഭവം എന്താ? നിങ്ങൾക്ക് കുറച്ച് സമയം പോലും വരുന്നില്ലേ? കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലേ? യഥാർത്ഥ സ്വരൂപത്തിന്റെ സ്മൃതി എന്ന് പറയുമ്പോൾ ആത്മീക സ്വരൂപത്തിന്റെ സ്മൃതി അല്ലെ, ആത്മസ്മൃതി. അത് നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും ചെയ്യാൻ കഴിയില്ലേ എന്ന് ബാബ ചോദിക്കാം. യഹ് പഹല പാട് കംപ്ലീറ്റ് കരോ, തബ് അപ്നി ആത്മ അഭിമാനി സ്ഥിതി ദ്വാരാ സർവ് ആത്മാവോം കോ സാക്ഷാത്കാർ കരാനേക്ക് നിമിത്ത് ബനേങ്കെ. അപ്പൊ ബാബ പറയാണ്, ഈ ആദ്യത്തെ പാഠം, അതായത് ഞാൻ ആത്മാവാണ്, എന്താണ് ആദ്യത്തെ പാഠം, ആ പാഠം നിങ്ങൾ കംപ്ലീറ്റ് ആക്കൂ. അപ്പൊ നിങ്ങളുടെ ആത്മ അഭിമാനി സ്ഥിതിയിലൂടെ ബാക്കിയുള്ള എല്ലാ ആത്മാക്കൾക്കും സാക്ഷാത്കാരം ചെയ്യാൻ നിങ്ങൾക്ക് നിമിത്തമായിട്ട് മാറാൻ സാധിക്കും അല്ലെ. നമ്മൾ സ്വയം ഇരിക്കണം ആത്മസ്മൃതിയിൽ, അല്ലെങ്കിൽ ആത്മീക സ്വരൂപ സ്ഥിതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളിലൂടെ മറ്റെല്ലാ ആത്മാക്കൾക്കും എന്താണ് നിമിത്തമായിട്ട് മാറാൻ പറ്റും അല്ലെ. അതായത് നമ്മളിലൂടെ അവർക്ക് അനുഭവം ചെയ്യാൻ പറ്റും. അതാണ് ബാബ പറയുന്നത്. ഈ മമ്മയുടെ പോയിന്റ് ഉണ്ട്. ഇത് മമ്മയുടെ ഗുണങ്ങൾ, ഓരോ ദിവസവും മമ്മയുടെ ഓരോ ഗുണത്തിന്റെ ആണല്ലോ ബാബ പറയുന്നത്. ഇന്ന് ബാബ പറയുന്നത് പവിത്രത എന്ന ഗുണത്തിലൂടെ പരിവർത്തന ശക്തിയുടെ ആധാരസ്തംഭം, അതായിരുന്നു മമ്മ. പവിത്രത എന്ന ഗുണം ഉണ്ടായിരുന്നു, അതിലൂടെ മമ്മ പരിവർത്തന ശക്തിയുടെ ആധാരസ്തംഭമായിരുന്നു. അതായത് മമ്മ പവിത്രതയുടെ വ്യക്തിത്വം, അതുപോലെ രാജകീയത, ത്യാഗം, പരോപകാരം ഇവയിലെല്ലാം നമ്പർ 1 ആയിരുന്നു. ഇത്രയും ചെറിയ വയസ്സിൽ തന്നെ ഇത്രയും വലിയ പരിവർത്തനം. ആദ്യം അത് മമ്മ സ്വയത്തിൽ ചെയ്തു, പിന്നീട് തന്റെ ആത്മീയ വ്യക്തിത്വത്തിന്റെ ആധാരത്തിലൂടെ മറ്റ് ആത്മാക്കളെയും പരിവർത്തനം ചെയ്യിച്ചു. എങ്ങനെയാണോ മമ്മ പരിവർത്തനത്തിന്റെ ആധാരസ്തംഭമായി മാറിയത്, അങ്ങനെ നമ്മളും പവിത്രതയുടെ ശക്തിയെ ധാരണ ചെയ്ത് സ്വയത്തോടൊപ്പം പ്രകൃതി സഹിതം സർവ ആത്മാക്കളെയും പരിവർത്തനം ചെയ്യണം. ഇതാണ് അമ്മയുടെ ഇന്നത്തെ പോയിന്റ്. ഓം ശാന്തി. ഓം ശാന്തി.